ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ സൗണ്ടൊക്കെ അങ്ങ് അടിച്ചു പോയിരിക്കുകയാണ്. എന്നിരുന്നാലും ഉള്ള സൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ കുറേ ഈ വീഡിയോ എടുത്തിട്ടൊക്കെ. അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ രണ്ടാളും പോയി വന്നിട്ട് അവരെത്താൻ തന്നെ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് അവരെത്തുമ്പോഴേക്കും ഒരു മണിയെല്ലാം അടുപ്പിച്ചായി. അപ്പോഴത്തേക്കും എൻ്റെ കിളിയൊക്കെ പോയി. കാരണം 1 മണിയായല്ലോ, നമുക്ക് ഫുഡ് വിശക്കുമല്ലോ. അങ്ങനെ മാത്രമല്ല, ആ ഓട്ടോയിൽ അത്രയും സമയം ഇരുന്നിട്ട് ഞാൻ ആകെ ഇല്ലാതായി. നല്ല എന്താ പറയുക, വെയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അടിച്ച് ഇല്ലാതായി. അപ്പം ഞാൻ വെച്ച് ഫുഡ് കഴിക്കാം, നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം സദ്യ കഴിക്കാനുള്ള മോഹമായി നമ്മളെത്തിയത് പത്മ കഫേയിൽ. അങ്ങനെ നമ്മൾ പത്മ കഫേയിൽ മുൻപിലുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പത്മ കഫേയിൽ സദ്യേൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പം ഇന്ന് നമുക്ക് അന്ന് കിട്ടാത്ത ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കപ്പേൻ്റെ മേലെ ചെറിയൊരു ചമ്മന്തി പോലെയുള്ള സംഭവം ഉണ്ട്. സൈഡിൽ കണ്ടോ, ആ സൈഡിൽ കാണുന്ന സംഭവമാണ് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇതാ ഓട്ടോയിൽ വന്നെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ വൈദ്യുതി ബാഗ് കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എൻജിൻ ചൂടുണ്ടെങ്കിലും അവനാടാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബെഡ് പോലത്തെ. അപ്പോൾ അവൻ അതിൽ കിടക്കുകയാണ്. പിന്നെ നേരെ നന്ദുവേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ എത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇവിടത്തേക്കാണ് വരുന്നത്. ഞാൻ വിചാരിച്ച എനക്കായിരിക്കുന്നു, പക്ഷേ അതല്ല കേട്ടോ. അത് ഓർക്ക് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങേണ്ടിയിട്ട് പോയതാണ്. അപ്പം നമുക്കതൊക്കെ കിട്ടി. ആ സമയം കൊണ്ട് വൈദ്യുതോ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പിള്ളേരുള്ളതുകൊണ്ട് വൈദ്യുതി നല്ലൊരു ഇതിലാണ് ഉള്ളത് കേട്ടോ. അവന് ചേച്ചി ചേട്ടനൊക്കെ വെച്ച് ഭയങ്കര ജീവനാണ്. അങ്ങനെ അവൻ കളിച്ച് അവനെ ഫ്രീ ആയിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവൻ നല്ലോണം ടയേർഡായി. ബാക്കിൽ നിന്ന് മാറി എൻ്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്ന് അവൻ്റെ സെറ്റ് എടുത്തിട്ട് വന്ന് കിടന്ന്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി, എന്നുവെച്ചാൽ മറ്റേ ഡ്രസ്സിൽ കംഫർട്ട് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി നേരെ CNG അടിക്കാൻ ഇഞ്ചിക്കൽ വന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കൽ വന്ന് അവിടെ നിന്ന് നമ്മൾ ഒരു മലബാർ ബൈറ്റ്സ് അറിയായിരിക്കും ഇഞ്ചിക്കലുള്ളവർക്ക്. അവിടെ നിന്ന് ഒരു ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് വൈദ്യുതി ഉറങ്ങിപ്പോയതാണ്. ആ ഹൈവേയിൽ കൂടി വരുമ്പോൾ ഉറങ്ങിപ്പോയതാണ്. പക്ഷെ വണ്ടി നിർത്തിയ സമയത്ത് വൈദ്യുതി എഴുന്നേറ്റ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. അതിൻ്റെ ക്ഷീണങ്ങളാണ് കേട്ടോ ആ സൈഡിൽ നിന്ന് കാണുന്നത്. അങ്ങനെ നമ്മൾ ചായയും സ്നാക്കൊക്കെ കുടിച്ചു. വൈദ്യയും കുടിച്ചു കേട്ടോ. വൈദ്യയും ചായയും സ്നാക്സൊക്കെ കഴിച്ചു. ഞാനൊരു ചായയും നമ്മുടെ സ്വന്തം ഇലയടിയാണ് വാങ്ങിച്ചത്. ചേട്ടനും അതുപോലെ തന്നെ ഈ ചായയും ഇലയടിയും തന്നെയാണ് വാങ്ങിച്ചത്. ചേട്ടനവിടെ കുടിക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ കുടിച്ചതിന് ശേഷം വൈദ്യക്കും കൊടുത്ത് വൈദ്യുത പഴംപൊരി കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വാഴക്കപ്പം. ഓരോ നാട്ടിൽ ഓരോ ഇതാണല്ലോ. അങ്ങനെ നമ്മൾ CNG അടിക്കാൻ പമ്പ് കയറി CNG അടിച്ച് നേരെ പോയത് പോപ്പീസിൻ്റെ ഷോറൂമിലാണ്. അതായത് നമ്മളെ വരാൻ പോകുന്ന കുഞ്ഞിന് കുറച്ച് കാര്യങ്ങൾ വാങ്ങണം. ഹോസ്പിറ്റൽ ബാഗിന് സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വന്ന കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞുവാവൊക്കെ എടുക്കുമ്പോൾ വൈദ്യക്കൊന്നും എടുക്കാണ്ടിരിക്കുന്ന മോശമല്ലേ. അങ്ങനെ വൈദ്യക്ക് കുറേ ഡ്രസ്സ് നോക്കി. കളക്ഷൻസൊക്കെ ആവറേജാണ്. പെൺകുട്ടിക്ക് ഉണ്ട് അത്യാവശ്യം, പക്ഷേ ആൺകുട്ടിക്ക് വളരെ ആവറേജാണ് കളക്ഷൻസ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു. വൈദ്യക്ക് നോക്കി എടുത്ത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം വൈദ്യുത അവിടുത്തെ വണ്ടിയിലിരുന്ന് കളിയുവാണ് കേട്ടോ. അവന് ഭയങ്കര അവന് ഒരു ഡ്രസ്സും ഒരു കളിപ്പാട്ടും വാങ്ങിച്ചിരുന്നു. എന്നാലും ഇങ്ങനത്തെ വണ്ടിക്ക് കാണുമ്പോൾ ഭയങ്കര ക്രേസാണ് കേട്ടോ അവന്. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. നന്ദോട്ടം ബില്ല് പേ ചെയ്യാൻ പോയി. അപ്പം അവിടെ നമ്മൾ മെയിനായിട്ട് പോയത് ഹോസ്പിറ്റൽ ബാഗ് കിറ്റ് വാങ്ങേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ അതില്ല, അത് സ്റ്റോക്ക് തീർന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗാണ് നമുക്ക് കുറച്ച് നമ്മളെ ലാഭമെന്ന് പറയുന്നത് അതാണ്. പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ബാലരാമപുരമാണെന്ന് തോന്നുന്നു. ആ ഹൈവേ ഇല്ലേ കന്യാകുമാരി, ആ ഹൈവേൻ്റെ അവിടെയുള്ളൊരു പോപ്പീസിലാണ് കേട്ടോ വന്നത്. അവിടെ കളക്ഷൻസൊക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് ആളില്ലാത്തതുകൊണ്ടാണ് എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സാധാരണ പോപ്പീസിൽ പോയി നല്ല സംഭവം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്പീസിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആണല്ലോ. പൗഡർ ആയാലും ലിക്വിഡ് ആയാലും എന്തായാലും ശരി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ശേഷം ഗൗരി കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതുകൊണ്ട് തനിമ മറ്റേ ഫാഷനിൽ വന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതാണ് നമ്മളെ സ്വന്തം വെള്ളൈനിൽ വന്ന പോത്തീസ്. അവിടെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം, ഇപ്പോൾ ഇല്ല, ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി അമ്മ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പിടിച്ചു. കാരണം രാത്രിയായി, ഇനി അധിക സമയം പുറത്തെനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം വാങ്ങിച്ച സാധനം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും പറയും. അതുവരേക്കും ടാറ്റാ ബൈ.